ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇന്ന് നമ്മൾ അടുത്ത ഒരു മിഷനുമായിട്ടാണ് ഗായ്സ് വന്നിരിക്കുന്നത്. അതായത് ഗായ്സ്, നമ്മളാണെങ്കിൽ ഒരു ഫ്രണ്ടിനെ നമ്മൾ നേരത്തെ ഒന്ന് മീറ്റ് ചെയ്തായിരുന്നില്ല, ഒരു വള്ളി പിടിച്ചൊരുത്തൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗായ്സ്. അതായത് അവൻ തന്നെ നമുക്ക് അടുത്തൊരു പണിയാണ്. അതായത് നമുക്ക് ഈ ഒരു മിഷനിൽ, അതായത് ഈ ഒരു ഗെയിമിൽ ഇവനും അവനും തമ്മിലുള്ള ആ ഒരു സ്പോർട്സിനെ ആ ഒരു എന്താ പറയുക പ്രൊമോട്ട് ചെയ്യാനും കാര്യങ്ങളും തമ്മിലുള്ള ഒരു മിഷനാണ് ഇതെന്ന് പറയുന്നത് ഗായ്സ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് ദ റിസ്ക് എന്നാണ് ഗൈസ് ഈ മിഷൻ്റെ പേരെന്ന് പറയുന്നത്. ഒരു അടിപൊളി മിഷൻ തന്നെയാണ് ഗൈസ്. പക്ഷേ നമ്മൾ കാണുമ്പം വളരെയധികം സിമ്പിളായിട്ട് തോന്നും. പക്ഷേ കളിക്കുന്നവനുണ്ടല്ലോ ഇരുന്ന് വിയർത്തായിരിക്കും കളിക്കുന്നത്. കാരണം ഇച്ചിരി പാടുണ്ട് ഗൈസ്, ശകല. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് അങ്ങനെയാണ് ഗൈസ് തോന്നിയത്. പിന്നെ പലർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ ഗൈസ്, ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഏതെങ്കിലും ഗെയിംസ് വേണമെങ്കിൽ പറയാം, നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. ഒരു 8 GB റാമിന് താഴെ, ഒരു 6 GB റാമിനകത്ത് നിൽക്കുന്ന ഗെയിംസൊക്കെ പറഞ്ഞ് നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് പെയ്യെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. നമുക്ക് എന്താ പറയുക, ഇനി നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോകണം. അതിനാണ് നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പെയ്യാണ് ഇപ്പോൾ പോകുന്നത് ഗൈസ്. സ്പീഡ് കൂട്ടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സ്പീഡൊക്കെ കൂട്ടാൻ പറ്റും നമ്മൾ. പക്ഷേ ഇപ്പം അങ്ങോട്ട് പെയ്യെ പോകാം എന്ന് വിചാരിച്ചു ഗൈസ്. കീബോർഡ് അങ്ങോട്ട് വർക്കാവുന്നില്ല. ഓക്കെ, വർക്കായി. എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്, കീബോർഡൊക്കെ പോയെന്നാണ് തോന്നുന്നത്. അങ്ങോട്ട് സെറ്റാവുന്നില്ല കീബോർഡൊക്കെ ഗൈസ്. ഇപ്പോൾ അങ്ങോട്ട് സെറ്റായിട്ടുണ്ടേ, കാരണം നമ്മൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇടിച്ചില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഹൈവേയിലോട്ട് വന്നേക്കുവാണ്. ഇനി ഹൈവേ നമുക്ക് നേരെ നമ്മുടെ മിഷൻ നടക്കുന്ന ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ദേ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ അവിടെ എത്തും. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, ഏകദേശം ഒരു 54 മൈലും കൂടെ ഉള്ളൂ ഗൈസ്. നമ്മൾ നല്ലൊരു വരവായതുകൊണ്ട് നല്ലൊരു ഇടിയാണ് ഇടിച്ചത്. നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ അത്യാവശ്യം പണിയായി കാണും. പക്ഷെ നമ്മൾ എന്താ ടർട്ടിൽ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വണ്ടി ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്ത് എന്താ പറയുക റിപ്പയർ ചെയ്ത് ഫുൾ അവർ നമ്മുടെ കയ്യിൽ തരും ഗൈസ്. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു മിഷൻ നടക്കുന്ന ആ ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. എന്തായാലും നോക്കാം ഗൈസ്, അവിടെ ചെന്നിട്ട് എന്താ പരിപാടി നോക്കാം. ഓക്കെ, നമ്മളിത് ഇപ്പോൾ എത്തും മിഷൻ നടക്കുന്ന ഏരിയയിലോട്ട്. ഓ ഗൈസ്, മണ്ടേക്കൂടെ ആയിരുന്നു കേട്ടോ. ഓക്കെ, മണ്ടേക്കൂടെയാണ് ഗൈസ്. നമ്മളിവിടെ ഒരു ലുലു മാൾ പോലത്തെ ഒരു മാളിലാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. താഴെക്കൂടാണോ പോകുന്നത്? ഓക്കെ, താഴെക്കൂടായിരിക്കാം ഗൈസ്. നമ്മൾ താഴെക്കൂടല്ല പോകുന്നത്, നമ്മൾ മുകളിൽ കൂടെ തന്നെയാണ് പോകുന്നത് ഗൈസ്. വണ്ടിയുടെ സൈഡൊന്നും ഇല്ല കേട്ടോ. ഫ്രണ്ടിന് കുഴപ്പമൊന്നുമില്ലേ? ഫ്രണ്ടിന് ലൈറ്റ് പൊട്ടിയതുള്ളൂ, പിന്നെ സൈഡിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത്രേ ഉള്ളൂ ഇടിച്ചത്. പക്ഷെ നല്ലൊരു ഇടിയായിരുന്നു ഗൈസ് ഇടിച്ചത്. ആർക്കറിയാം. ഇവിടെയാണ് ഗൈസ് നമ്മുടെ മിഷൻ പറയുന്നത്. ഇതേ കണ്ടോ, മിഷൻ മാപ്പിൽ പറയുന്നുണ്ട്, പാരച്യൂട്ടും പറയുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഹെലികോപ്റ്റർ പിടിച്ച് ഈ ഫ്ലാറ്റിൻ്റെ മണ്ടയ്ക്ക് കയറണം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു ഏരിയയുടെ മണ്ടയ്ക്ക് ഹെലികോപ്റ്റർ ഉണ്ടെന്നാണ് ഒരറിവ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നോക്കാൻ വന്നതാണ് ഗൈസ്, ഈ ഹെലികോപ്റ്ററൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഗൈസ്. നമ്മൾ ഏണിയൊക്കെ കയറുന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഏണിയും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എവിടെയാണ് അടച്ചോട്ടി കയറുന്നത് ഗൈസ്? ഗൈസ്, ഇവിടെ ഏണിയുണ്ട് കേട്ടോ. നമ്മൾ അടുത്ത ഏണിയും കയറി. ഇനിയും ഗൈസ് ഇവിടെയാണ് നമ്മുടെ ഹെലികോപ്റ്റർ വരേണ്ടത്. ഈ ഒരു സ്ഥലത്താണ് 2 ഹെലികോപ്റ്റർ പാർക്കിംഗ് ഉണ്ട് ഗൈസ്. ഇവിടെ എവിടെയും നമ്മുടെ ഹെലികോപ്റ്റർ വരേണ്ടതാണ് ഗൈസ്. ഓക്കെ, എസ് അങ്ങോട്ട് കൊടുക്കുക. പാർട്ട് ഇതാ കളക്റ്റഡ് ഗൈസ്. അതെന്തോ സംഭവമാണ്, അത് വേറെന്തോ സംഭവമാണ് ഗൈസ്. നമുക്ക് ഹെലികോപ്റ്ററിനെ വിളിച്ചാലോ? പോലീസൊക്കെ ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഹെലികോപ്റ്ററിൻ്റെ ചീറ്റ് കോഡ് അടിക്കാം. എന്ത് അങ്ങോട്ടടിക്കട്ടെ. ഓക്കെ, എടാ അങ്ങനല്ലേ ഗൈസ്? അങ്ങനെയാണല്ലോ, സെറ്റാവുമായിരിക്കും ഇപ്പം. ഓക്കെ ഗൈസ്, നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം മുമ്പ് നമ്മൾ 2 സൈഡിലോട്ട് ഇതായിട്ട് നിൽക്കുമല്ലേ, പാരലായിട്ട് നിൽക്കുകയായതുകൊണ്ടാണ്
നമുക്ക് കിട്ടാൻ. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു സൈഡ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് നിന്നുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് നമ്മുടെ സ്ഥലം അങ്ങോട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഹെലികോപ്റ്റർ അങ്ങോട്ട് ഒരു അങ്ങോട്ട് വെച്ച് കൊടുക്കും ഗൈസ്. ഓക്കെ ഗൈസ്, ഹെലികോപ്റ്റർ അത്യാവശ്യം എനിക്ക് നല്ല പാടാണ് ഗൈസ്, സത്യം പറയാലോ. ഹെലികോപ്റ്ററൊക്കെ എനിക്ക് ഭയങ്കര പാടാണ് ഗൈസ്. വണ്ടിയൊക്കെ നമുക്ക് പിന്നെയും കൈ നിർത്താൻ പറ്റും, പക്ഷേ ഹെലികോപ്റ്റർ എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്, നമ്മുടെ കൈ നിൽക്കുന്നില്ല. ഒരു വല്ലാത്തൊരു രീതിയാണ് ഗൈസ്. എനിക്ക് ഇഷ്ടമേ അല്ല ഗൈസ് ഈ ഹെലികോപ്റ്റർ എന്ന സാധനം. ഈ ഹെലികോപ്റ്ററൊക്കെ നമ്മുടെ കൈ നിൽക്കുന്നത് ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ അടുത്ത റൂട്ടിലോട്ട് പോകാം. നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എവിടുത്തെ ഏതോ ഒരു ഫ്ലാറ്റിൻ്റെ മണ്ടയ്ക്കാണ് നമുക്ക് കയറി നിൽക്കേണ്ടത് ഗൈസ്. ഓ, നമ്മുടെ ഹെലികോപ്റ്റർ അങ്ങോട്ട് കയറി വരുന്നേ ഉള്ളൂ. ഹെലികോപ്റ്ററിന് സ്പീഡില്ല കേട്ടോ, അതാ എനിക്കിനി അറിയാത്തതാണോ. പക്ഷെ എന്നാലും ഞാൻ കൈ ഫുള്ള് കൊടുത്ത് വെച്ചേക്കാണ് ഗൈസ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഇവിടെ എവിടെയോ ആണെന്നാണ് തോന്നുന്നത്. അതെ ഗൈസ്, ഇതാണ് ഗൈസ് സംഭവം. ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് പയ്യെ താക്കാം. താന്നില്ല, വീണ്ടും മണ്ടക്കോട്ടായി. താന്നടാ, താന്നില്ല. അയ്യ, താന്ന് ഗൈസ്. അവസാനം ഇവിടൊക്കെ മതി, ഇതൊക്കെ ധാരാളമാണ്. എനിക്കിതുപോലും ഞാൻ വിചാരിച്ചില്ല. ഇതേലും നടന്നല്ലോ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോവാം. പോയി കഴിഞ്ഞാൽ അടുത്ത എന്താന്ന് കളിച്ചാൽ ഇതേണ്ട് ഗൈസ്. ഇവനാണ് ആ മെന പിടിച്ചവൻ ഗൈസ്. ഇവൻ ഭയങ്കര മെനയാണ് കേട്ടോ. ഇത്രയും വലിയ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് നിന്നാണ് ഇവന് താപ്പോട്ട് ചാടേണ്ടത്. ഇത്രയും വലിയൊരു കഴപ്പുള്ളവരത്തിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഗൈസ്. ഇവൻ എന്തോ തലയ്ക്കെന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് ഗൈസ്. ഇവനും ചാടും കൂട്ടത്തിൽ, നമ്മളെന്തിനാ ചാടുന്നത് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഈ ഒരു മെഷീൻ എന്ന് വെച്ചാൽ അത്യാവശ്യം പാടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നിൽക്കൂല ഗൈസ്. ഓക്കെ, നമ്മൾ ജമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാരച്യൂട്ട് ഓൺ ദ ട്രക്കാണ് പറയുന്നത് ഗൈസ്. താഴെ ഒരു ട്രക്ക് പോകുന്നുണ്ട്. ആ ട്രക്കിന് പുറകിൽ ഇതില്ല, ലോഡില്ല. അപ്പോൾ നമ്മൾ അതിലോട്ട് പാരച്യൂട്ട് ചെയ്ത് നമ്മൾ അതേ തന്നെ ചെന്ന് നിൽക്കണം ഗൈസ്. അതാണ് പറയുന്നത്. പക്ഷെ അതിലോട്ട് ചെന്ന് നിൽക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് എവിടെ ഭയങ്കര പാടാണ് ഗൈസ്, ഭയങ്കര പാടാണ്. നമ്മുടെ ട്രക്ക് അങ്ങ് പോയി ഗൈസ്. അടുത്ത നെക്സ്റ്റ് ട്രൈ ചെയ്യാം നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ നെക്സ്റ്റ് ട്രൈ ആണ്. ഓക്കെ, നമ്മൾ അടുത്ത് ചാടിയിട്ടുണ്ട് ഗൈസ്. പാരച്യൂട്ട് ഓൺ ദ ട്രക്കാണ് ഗൈസ്. നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യാണ്. മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ട്രക്ക് കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. നമ്മൾ വീണ്ടും ഫെയിലാവുകയും ചെയ്യും ഗൈസ്. നമ്മൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കി പഠിച്ചു. ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം ഗൈസ്, ഇങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ ദൈവാധീനം പോലൊക്കെ ഇരിക്കും ഗൈസ്. പിന്നെ നല്ല ടഫാണ് ഗൈസ്, സത്യം പറഞ്ഞാൽ. എനിക്കാണെങ്കിൽ ചില സമയത്ത് തലയ്ക്കൊക്കെ ഭ്രാന്ത് പിടിച്ചു. ഞാൻ കുറച്ചുകൂടെ ട്രൈ ചെയ്തു, എന്നിട്ടാണ് നമ്മൾ ലാസ്റ്റ് ട്രൈ ആണിത്. ഈ ട്രയൽ സെറ്റായിട്ടില്ല ഗൈസ്. ഉറപ്പായിട്ട് ഞാൻ ഈ ഒരു മെഷീൻ എക്സിറ്റ് അടിക്കും ഗൈസ്, ഉറപ്പാണ് ഗൈസ്. നിങ്ങൾ എത്ര നേരമായെന്ന് അറിയാം, കുറച്ച് നേരമായി ഇങ്ങനെ ഗൈസ്. ഈ പാരച്യൂട്ടാണ് പ്രശ്നം. ഇങ്ങനെ ചാടിയിട്ട് അവിടെ പോയി ലാൻഡ് ആവുന്നില്ല, അതാണ് പ്രശ്നം. യെസ് ഗൈസ്, നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, കാര്യങ്ങളൊക്കെ ഗൈസ് നടന്നു. ഞാൻ വിചാരിച്ച് നടക്കത്തില്ലായിരിക്കുന്നു, പക്ഷേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നമ്മൾ സെറ്റ് ലാൻഡിങ് ആയിരുന്നു. നമ്മൾ നൈസായിട്ട് അപ്പോഴേ കിടന്നു നമ്മളവിടെ ഗൈസ്. ഇനി മറ്റവൻ എന്ത് ചെയ്യേ ഗൈസ്? അവനെന്ത് ചെയ്യും? ഓ, ദേ മച്ചാൻ ഇവിടെ കലിപ്പിലാണ് കേട്ടോ. ഇവിടെ അവൻ ഭയങ്കര കലിപ്പാണല്ലോ ഗൈസ്. നമ്മളിപ്പോൾ ജയിച്ചതിന് നമ്മളിപ്പോൾ എന്തോ ചെയ്യാൻ? നമുക്ക് മെഷീൻ ജയിക്കാനല്ലേ പറ്റൂ. എടാ, നമ്മളെന്തോ ചെയ്ത പോലെയാണല്ലോ ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗൈസ്. നമ്മൾ ഫാർ ക്രൈ 4 കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഏതെങ്കിലും ഗെയിംസുകൾ നമ്മൾ പറയാം, നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.